നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഷെയർ ചെയ്യുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങളുടെ ശുശ്രൂഷ അനുഭവിച്ച TV പ്രോഗ്രാം കണ്ട അനേകർ ഞങ്ങളെ വിളിക്കുവാനിടയായി. അനേകർക്ക് ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹമായി തീർന്നു എന്ന് കേൾക്കുവാൻ സാധിച്ചത് ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് അനേകർ വിളിച്ചു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ, അനേക വിഷയങ്ങളിലായിരുന്നവർക്ക് ദൈവികമായ വിടുതൽ അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കി. ആ വാർത്തകളൊക്കെ കേട്ടതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിശ്ചയമായിട്ടും ഈ ശുശ്രൂഷയും ഈ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം, ഈ ദൈവവചനം കേൾക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുകയാണ്. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെ എത്രേ നൽകുന്നത്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അളവുണ്ട്. നമ്മുടെ അപ്പൻ നമുക്കൊരു ബ്ലെസ്സിങ് തന്നാൽ അത് അളന്നാണ് തരുന്നത്. തനിക്ക് ഉള്ളതിനകത്തുനിന്ന് ഒരു പാർട്ട്, ഒരു ഭാഗമാണ് നമുക്ക് ലഭിക്കുന്നത്. നാം എന്ത് അനുഭവിച്ചാലും അത് അളന്നാണ് ലഭിക്കുന്നത്. എല്ലാറ്റിനും ഒരു അളവുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുന്നത് അളന്നല്ല, അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. നമുക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമായിരിക്കാം. എന്നാൽ ചിക്കൻ ബിരിയാണി ആവശ്യത്തിലധികം കഴിച്ചാൽ നമ്മൾ രോഗിയായി മാറും. നമുക്ക് 7-അപ്പോ പെപ്സിയോ അല്ലെങ്കിൽ വെള്ളം, ഏതെങ്കിലുമൊക്കെ ജ്യൂസോ ചായയോ കോഫിയോ ഒക്കെ ഇഷ്ടമായിരിക്കും. എന്നാൽ അത് ആവശ്യത്തിലധികം നാം ഉപയോഗിച്ചാൽ നമുക്ക് അനാരോഗ്യത്തിന് കാരണമായിട്ട് മാറും. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏതു നന്മയും പരിധിക്കപ്പുറം നാം ഉപയോഗിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ കുടുംബത്തിന് എല്ലാം ദോഷമായിരിക്കും. എന്നാൽ എത്ര നമ്മുടെ മേൽ പകർന്നാലും നമുക്കൊരു ദോഷവും ഇല്ലാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, ഒരു വ്യക്തിക്ക് പകർന്നിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് പരിശുദ്ധാത്മാവാണ്. നമ്മൾ പലപ്പോഴും നന്മ, അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയ കാറും വലിയ വീടും BMW കാറും മെഴ്സിഡസ് ബെൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവനാണ് നന്മയുള്ളവൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ തന്നെ നമുക്കൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇല്ല, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നശ്വരമാണ്, മായയാണ്. ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകേണ്ടതാണ്. ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഒരു ദിവസം നമ്മൾ കളഞ്ഞിട്ട് ഇട്ടിട്ട് പോകണം. നമ്മുടെ കൂടപ്പിറപ്പുകളും നമ്മുടെ അപ്പനും അമ്മയ്ക്കും എല്ലാം കുഴിമാടം വരെ മാത്രമേ നമ്മുടെ കൂടെ വരാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ കൂടെ എന്നും ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ലിനെ കൊടുക്കുമോ? മീനിനെ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നന്മ എത്രയധികം തരും. നോക്കുക, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നല്ല ദാനങ്ങളെ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നന്മയാണ്. ആ നന്മ നിങ്ങൾ പ്രാപിക്കണം. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇതേ ഭാഗം തന്നെ ലൂക്കോസ് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ലിനെ കൊടുക്കുമോ? മീനിനെ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ അവന് തേളിനെ കൊടുക്കുമോ? ദോഷികളാവുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. നോക്കുക, മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു നന്മ എത്രയധികം തരും. ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും എന്ന് പറഞ്ഞാൽ നന്മ ഈസ് ഈക്വൽ ടു ഹോളി സ്പിരിറ്റ്. അപ്പോൾ ലോകത്തിൽ ഒരു ഭക്തന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയിട്ട് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നമ്മളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ പോക്കറ്റിൽ ഒരു രൂപ പോലും എടുക്കാനില്ലെങ്കിലും, നിങ്ങൾ ഒരു ദിവസം ഒരു നേരം പോലും വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ നിങ്ങൾക്കില്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർക്കാനൊരു വൻമാളികയില്ല, നിങ്ങൾ ഓല കൊണ്ട് മറച്ച പുരയ്ക്കകത്താണ് കിടക്കുന്നതെങ്കിലും, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലെങ്കിലും, അല്ല നിങ്ങൾക്ക് ധരിക്കുവാൻ നല്ലൊരു വസ്ത്രം പോലും ഇല്ലെങ്കിലും, ലോകത്തിലൊരു നന്മയും നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഇല്ലെങ്കിലും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ സമയം തന്നെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ സമൃദ്ധിയായിട്ട് പകർന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നമ്മുടെ മേലുണ്ടെങ്കിൽ, ആമേൻ, നമ്മളാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ. പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സൗഖ്യം കിട്ടും. പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ നദി അത് ആനന്ദ നദിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അത് അനുഗ്രഹത്തിൻ്റെ കാറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ ആരുടെയും മുമ്പിൽ ആമേൻ വിവരിച്ചു പറയാൻ കഴിയുന്നതിനപ്പുറമായ സാന്നിധ്യമാണ്. അപ്പോൾ ഈ മൺകൂടാരമാകുന്ന നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പകരുന്ന പരിശുദ്ധാത്മാവ് അത് നമ്മളെ കഷ്ടതയിലും സന്തോഷിപ്പിക്കുന്നതാണ്, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും പൗലോസ് ലേഖനം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്തേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ഭാരങ്ങളെല്ലാം മാറിപ്പോകും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നിന്നുപോയി എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. എന്നാൽ ഈ തലമുറയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ആ കർത്താവിൻ്റെ മഹത്വം അതിലൂടെ വെളിപ്പെടുന്നു എന്നുള്ളതിന് ഉത്തമ സാക്ഷികളാണ് ഞാനും നിങ്ങളുമൊക്കെ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജീവിതം, ഞങ്ങളുടെ വീടിനകത്ത് സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എൻ്റെ ഫാദറും മദറും ഒക്കെ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. എങ്കിൽ തന്നെ എൻ്റെ ഫാദർ തികഞ്ഞ മദ്യപാനിയായിരുന്നു. കുടുംബത്തിനകത്ത് സമാധാനമില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു. എന്നാൽ ദൈവത്തെ ഞങ്ങൾ അറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുവാനിടയായി. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും മാറിപ്പോയി. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ശോചനീയകരമായ തകർന്ന അനുഭവമാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവം എടുത്തു മാറ്റി നിങ്ങളെ നിത്യതയുടെ അവകാശിയാക്കി ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ, നമ്മളൊന്നും അല്ലെങ്കിലും ദൈവശക്തി നമ്മുടെ ഉണ്ടെങ്കിൽ പിശാചിന് നിങ്ങളുടെ നേരെ നിൽക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുണ്ടെങ്കിൽ ദുഷ്ടപിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ നിങ്ങളുടെ മുമ്പിൽ തകർന്നു വീഴും.
ഞാൻ ഒരു സ്റ്റോറി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അമേരിക്കയിൽ ഈ ക്യാറ്റ് റെസ്ലിംഗ് നടന്നു. ക്യാറ്റ് റെസ്ലിംഗ്, പൂച്ചകളുടെ ഒരു റെസ്ലിംഗ്. അനേക രാജ്യങ്ങൾ ആ റെസ്ലിംഗിൽ പങ്കെടുത്തു. അനേക രാജ്യങ്ങളിലെ പൂച്ചകൾ വന്ന് യുദ്ധം ചെയ്തു. അവർ റെസ്ലിംഗിൽ പങ്കെടുത്തു. ആ ഗെയിമിൽ ഫൈനലിൽ എത്തിയത് അമേരിക്കയുടെ പൂച്ചയും സൊമാലിയയുടെ പൂച്ചയും കൂടെ. എല്ലാവർക്കും അത്ഭുതം തോന്നി. പട്ടിണി രാജ്യമായ സൊമാലിയയുടെ പൂച്ച എങ്ങനെ ഫൈനലിൽ വന്നു? എന്നാൽ ഫൈനലിൽ അമേരിക്കയുടെ കോച്ചുകളും അവിടുത്തെ ഗെയിം കൺട്രോൾ ചെയ്യുന്നവരൊക്കെ വിചാരിച്ചു എന്നാലും അമേരിക്കയുടെ പൂച്ചയുടെ മുമ്പിൽ സൊമാലിയയുടെ പൂച്ച പിടിച്ചിരിക്കത്തില്ല. അവർ തമ്മിൽ ഭയങ്കര യുദ്ധമുണ്ടായി. അവർ ഫൈനൽ റെസ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന സമയത്ത് ആദ്യം കുറച്ചു നേരമൊക്കെ അമേരിക്കയുടെ പൂച്ച പിടിച്ചു നിന്നെങ്കിലും ഗെയിം ഒരു മിനിറ്റുകൾ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ സൊമാലിയയുടെ പൂച്ച ഈ അമേരിക്കയുടെ പൂച്ചയെ അറ്റാക്ക് ചെയ്ത് അടിച്ച് തകർത്ത് കളഞ്ഞു. ഒടുവിൽ സൊമാലിയയുടെ പൂച്ച ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതം തോന്നി. പത്രക്കാരൊക്കെ കൂടി സൊമാലിയയുടെ പൂച്ചയുടെ കോച്ചിനോട് പറഞ്ഞു, നിങ്ങൾക്കെങ്ങനെ ഈ പട്ടിണി രാജ്യമായ നിങ്ങൾക്കെങ്ങനെ ഈ പൂച്ചയെ ഇത്രയും വളരെ ആരോഗ്യവാനായിട്ട് ഇത്രയും ട്രെയിനിങ് കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സീക്രട്ട് പറയാം. ഞങ്ങളുടെ രാജ്യം പട്ടിണി രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഞങ്ങളുടെ രാജ്യത്തെ പുലിയാണ്. അത് പട്ടിണി കിടന്ന് അത് പൂച്ചയെ പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ പവറും എനർജിയൊക്കെ അത് പുലിയുടെ ശക്തിയാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് ആ പൂച്ചയെ അടിച്ച് തകർക്കാനിടയായത്. അത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. ലോകം നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആരോഗ്യമില്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്ന പെന്തിക്കോസുകാരെന്ന് പറയുന്നവർ അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ഒരുപക്ഷെ കഴിവില്ലാത്തവരായിരിക്കും, മൈനോറിറ്റി എന്ന് പറഞ്ഞെന്ന് വരാം, കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരായിരിക്കാം. എന്നാൽ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. അതുകൊണ്ടാണ് ദുഷ്ടപിശാചിന് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ തകർക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. കാരണം അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് ലോകത്തിലെ സാധാരണ മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിനെയും പത്രോസിനെയും ഒക്കെ നോക്കി ലോകത്തിലെ മനുഷ്യൻ പറയാനിടയിൽ അന്നത്തെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരത്രേ, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരത്രേ. വിശ്വസിക്കുന്നുണ്ടോ സഹോദര, വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? നിനക്ക് ഒരു യോഗ്യതയുമില്ലെങ്കിലും നീ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്റെ കുടുംബത്തിനെതിരെ കടന്നു വരുന്ന ദുഷ്ട പൈശാചിക ശക്തികൾ നിന്നെ തകർത്ത് കളയാൻ, നിന്നെ ഇല്ലാതാക്കി കളയാൻ, നിന്നെ മുടിച്ചു കളയാൻ, നിനക്ക് വിരോധമായി വരുന്ന അന്ധകാര ശക്തികളെ നിന്റെ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് നിനക്ക് തകർത്ത് എറിയുവാനായിട്ട് കഴിയും. വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ആ ദൈവകൃപ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കാൻ പോകുകയാണ്. ഈ പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഒരിക്കലും പരാജയത്തിലേക്ക് കൊണ്ടുപോകുകയില്ല. നിങ്ങളെ പരാജയപ്പെടുത്തുന്നത്, നിങ്ങളെ തകർക്കുന്നത് എപ്പോഴും പൈശാചിക ശക്തികളാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അനുഭവമാണോ? നിങ്ങൾ എന്ത് ചെയ്താലും പരാജയമാണോ? നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഒരു നിന്ദയുടെയും പരിഹാസത്തിൻ്റെ അനുഭവമാണോ? കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെ തകർക്കുന്ന അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്ന ദൈവമല്ല. പരിശുദ്ധാത്മാവാകുന്ന ദൈവം എപ്പോഴും അനുഗ്രഹത്തിൻ്റെയാണ്. നിങ്ങളെ തകർക്കുന്നത് ദുഷ്ട പൈശാചിക ശക്തിയാണ്. ഇന്ന് ഈ സമയത്ത് തന്നെ നിങ്ങൾ പറയണം, എന്നിൽ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും മാറി എന്നിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവെ നീ കൺട്രോൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാനിടയായാൽ ഉന്നത വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു വൃക്ഷമായാൽ അതിന് ഒരു പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും അത് പൊട്ടിക്കിളിർക്കും, അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ അത് തളിരിടും. നമുക്ക് എത്ര മനോഹരമായൊരു വാക്യമാണ്. യോബിൻ്റെ ജീവിതം മുഴുവൻ നമുക്കറിയാം. യോബിൻ്റെ ജീവിതം തകർന്ന അനുഭവങ്ങൾ. ദൈവത്തെ സേവിച്ച ഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, വളരെ നല്ല ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെ, കഷ്ടങ്ങളിലൂടെ തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. തൻ്റെ മക്കൾ 10 പേരും ഒറ്റ ആക്സിഡൻറ്റിൽ മരിച്ചു.
തൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും ഇയ്യോബിനെ നോക്കി പറഞ്ഞു, നീ എന്തിനാ ജീവിക്കുന്നത്? നീ നിൻ്റെ ദൈവത്തെയും നിൻ്റെ ഭക്തിയൊക്കെ തള്ളിപ്പറഞ്ഞ് നീ പോയി മരിച്ചുകളാ എന്നൊക്കെ പറഞ്ഞ് നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രീഭൂതനായി തീർന്ന മനുഷ്യനാണ് ഇയ്യോബ്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ് എന്താ ചെയ്തതെന്ന് അറിയാമോ? ആരെല്ലാം കുറ്റം പറഞ്ഞെങ്കിലും എന്തെല്ലാം സംഭവിച്ചെങ്കിലും ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായവരും കഷ്ടത ഉണ്ടായവരും, എന്നാൽ നിൻ്റെ ദൈവത്തെ നീ മുറുകെ പിടിച്ചോണം. നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു ആശ്രയിക്കാനൊരു സ്ഥലമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഈ യേശുവിനെ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ നീ തകർന്നു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. എന്താ ഇവിടെ കാണാൻ കഴിയുന്നത്? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചു. നോക്കുക, ഇയ്യോബിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ അവസാനം വായിച്ചു വാങ്ങണം. ഇയ്യോബിന് നഷ്ടപ്പെട്ട മുഴുവൻ നന്മകളും ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തു. ഇരട്ടിയായിട്ട് നോക്കണം. അപ്പോൾ ദൈവം നിനക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നും നീ തകർന്നു കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. നീ ഭക്തനായി ദൈവകൃപയിൽ, വിശുദ്ധിയിൽ, വേർപാടിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നീ അവിടെയും പ്രാർത്ഥനാമുറിയിലും നിൻ്റെ ജീവിതത്തിലും വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ നീ തയ്യാറാണെങ്കിൽ ഒരു ദിവസം നിനക്കൊരു വിടുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ നിമിഷം ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുന്ന നിമിഷമാണിത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം തന്നെ ഒരിക്കലും സൗഖ്യമാകത്തില്ലെന്ന് ലോകം വിധി എഴുതിയ രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാണ്. ഇതേ ശക്തി എൻ്റെ മേൽ വന്നിട്ടുണ്ട്. ഞാനൊരു ആക്സിഡൻറ്റ് എനിക്കുണ്ടായി. ഞാൻ ഏകദേശം 1.5 വർഷത്തോളം സിവിയർ ഡിസ്പ്ലാസ് ഉണ്ടായി. വലതു കാല് പൂർണ്ണമായി തളർന്നു കിടന്നവനാണ്. ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുതൽ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജ് വരെ എന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് പല ഡോക്ടർമാരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അനേക MRI റിസൾട്ടുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നോക്കുക, ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. എന്നാൽ ഒരു കത്തി പോലും എൻ്റെ ശരീരത്തിൽ തൊടാതെ എൻ്റെ കിടക്കയിൽ ഞാൻ ട്രാക്ഷനിട്ട് കിടക്കുമ്പോൾ ഒരു രാത്രി ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കുവാനിടയായി. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ 12 സംവത്സരം രോഗിയായി കിടന്നു. അവൾ യേശുവിനെ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് വ്യാപരിച്ച അതേ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവളെ വിടുവിക്കാനിടയായി. അതേ ശക്തി എൻ്റെയും ബലഹീനമായ ശരീരത്തിലേക്ക് വ്യാപരിച്ചു, എൻ്റെ കാലിലേക്ക് വ്യാപരിച്ചു. ഞാനൊരു അറിയാതെ തന്നെ തളർന്നു കിടന്ന് എൻ്റെ കാല് ഞാൻ ചലിപ്പിച്ചു. എൻ്റെ ട്രാക്ഷൻ ഞാൻ തന്നെ ഊരിക്കളഞ്ഞ് എഴുന്നേറ്റ് നടക്കുവാനിടയായി. ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം, ദൈവാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീന അനുഭവങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ വീക്കായി പോയ ഓർഗൻസ്, ഒരുപക്ഷെ കിഡ്നി ആയിരിക്കും, ലിവർ ആയിരിക്കും, നിങ്ങളുടെ സ്പൈനൽ കോഡ് ആയിരിക്കും, നിങ്ങളുടെ ബ്രെയിൻ ആയിരിക്കും, നിങ്ങളുടെ നേർവ്സ് ആയിരിക്കും, ഏത് അവയവം എന്തുമായിക്കൊള്ളട്ടെ, ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ എല്ലാ ബന്ധനങ്ങളും എല്ലാ രോഗങ്ങളും അഴിഞ്ഞു മാറും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഒരു ദുഷ്ട പൈശാചിക ശക്തിക്കും നിൻ്റെ മേൽ ഇരിക്കാൻ സാധ്യമല്ല. അത് നിൻ്റെ കുടുംബത്തിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ കുടുംബത്തിനകത്ത് നിന്നെ തകർക്കാൻ, നിന്നാവിഷയമാക്കാൻ, പരസ്യകോലമാക്കാൻ, നിനക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും നിൻ്റെ കുടുംബം വിട്ടിറങ്ങി പോകുവാനിടയായി. നീ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയുമാകട്ടെ, നീ ഏത് സമൂഹത്തിൽപ്പെട്ട വ്യക്തിയുമാകട്ടെ, നിൻ്റെ പശ്ചാത്തലം എന്തുമാകട്ടെ, എന്നാൽ ഈ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നീ വിധേയപ്പെട്ടു കൊടുക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ മഹത്വം നിൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ വായിച്ചൊരു കാര്യമുണ്ട്. അതേ ഇയ്യോബ് പറയുകയാണ്, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്, അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. അതിൻ്റെ വേര് നിലത്ത് പഴകിപ്പോയാലും, നോക്കണം, അതിൻ്റെ വേര് നിലത്ത് പഴകിപ്പോയാലും, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, വെള്ളത്തിൻ്റെ ഗന്ധം, എന്താ പറഞ്ഞിരിക്കുന്നത്? വെള്ളത്തിൻ്റെ ഗന്ധം അതിൻ്റെ മേൽ അടിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും കിളിർക്കും, ഒരു തൈ പോലെ അത് തളിരിടുവാനിടയായിത്തീരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്താണ് ഈ വെള്ളം? ഈ വെള്ളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നദിയാണ്. അത് നരയാണിയോളം, മുട്ടോളം, അരയോളം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ദൈവ നദിയുടെ വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ ഗന്ധം
അവൻ വെള്ളത്തിൻ്റെ ഗന്ധം നോക്കുക, വെള്ളത്തിൻ്റെ മണമടിച്ചാൽ മതി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നദിയുടെ മണം നിൻ്റെ മേൽ അടിച്ചു കഴിയുമ്പോൾ, അപ്പോൾ അതിനകത്ത് ഇറങ്ങുമ്പോഴുള്ള സന്തോഷം എന്താണ്? അതിനകത്ത് നീന്തി കുളിക്കുന്ന അനുഭവം. പലരും അന്യഭാഷയെ കുറ്റം പറയാറുണ്ട്, പലരും ആമേൻ ആത്മാവിൽ ആരാധിക്കുന്നതിനെ കുറ്റപ്പെടുത്താറുണ്ട്, ആമേൻ ആ ആരാധനകൾക്കെതിരെ സംസാരിക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നദിക്കകത്ത്, ആനന്ദ നദിക്കകത്ത് നീ ഇറങ്ങിക്കഴിയുമ്പോൾ നിൻ്റെ എല്ലാ ഭാരങ്ങളും മാറിപ്പോകുവാനിടയായിത്തീരും. ഇവിടെ പറയുന്നു ആ വെള്ളത്തിൽ ഇറങ്ങണ്ട, അതിൻ്റെ ഒരു മണമടിച്ചാൽ നിൻ്റെ പഴകിപ്പോയ, അഴുകിപ്പോയ, നീറിപ്പോയ അനുഭവങ്ങൾ നിന്നെ വിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിട്ടിരുന്നു. ആമേൻ. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നോക്കുക, ആമേൻ ആമേൻ. പാഴും ശൂന്യവുമായി തീർന്ന ഭൂമി, വെള്ളത്തിനകത്ത് എല്ലാം ആമേൻ ഭൂമിയിലുണ്ടായിരുന്നതും ഭൂമിയുടെ അവസ്ഥകളെല്ലാം വെള്ളത്തിനകത്ത് അവൻ നശിച്ചു പോകത്തക്ക രീതിയിൽ അകപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ ആ ജീവൻ്റെ അംശങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അതിൻ്റെ മീതെ ഒരു കോഴി തൻ്റെ മുട്ടകൾക്ക് മീതെ പൊരുതിരിക്കുന്നത് പോലെ ആമേൻ പരിശുദ്ധാത്മാവ് അതിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യരെ, പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയാം. കഴിഞ്ഞ നാളുകളിൽ നിന്നെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് പലവട്ടങ്ങളിൽ നിനക്കെതിരെ പദ്ധതി ഒരുക്കി, നിന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം വിഷയങ്ങളിലൂടെ കടത്തിവിട്ടു. എന്നാൽ അവിടെയൊന്നും നീ തകർന്നു പോകാതിരുന്നത് നിന്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല, നിന്റെ വചനധ്യാനത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല. പിന്നെ എന്താണെന്നറിയാമോ? നീ അറിയാത്ത മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി വാദിക്കുന്നൊരു ദൈവം, നിനക്ക് വേണ്ടി പരിവർത്തിക്കുന്നൊരു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ പൈതലേ, നിർജീവമായി പോയ അവസ്ഥകളിൽ ഒരു അല്പം പോലും ജീവനില്ല എന്ന് ലോകം, ഒരു ചെറിയ സ്പന്ദനം പോലും, ഒരു പൾസ് പോലും ഇല്ലാത്ത അനുഭവങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ആ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതിൻ്റെ ഒഴുക്ക്, അത് വ്യാപരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറി ഒരു പുത്തൻ ജീവൻ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വരുവാനിടയായിത്തീരും. ഒരിക്കലും പൊട്ടിക്കിളിർക്കത്തില്ലെന്ന് ലോകം വിധി എഴുതി, ഒരു കുഞ്ഞ്, ഒരു തലമുറ നിന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാകത്തില്ലെന്ന് ലോകം വിധി എഴുതിയെങ്കിൽ, നീ ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയെങ്കിൽ, ഒരു നന്മ നിനക്കുണ്ടാകത്തില്ലെന്ന് ലോകം വിധി എഴുതിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ പരിശുദ്ധാത്മാവിൻ്റെ നദി നിങ്ങളുടെ മേൽ ഒഴുകി കഴിയുമ്പോൾ, അതിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ ഒരിക്കലും കിളിർപ്പുണ്ടാകത്തില്ലെന്ന് അവൻ ലോകം വിധി എഴുതിയ വിഷയങ്ങളുടെ മേൽ ചില പൊട്ടിക്കിളിർപ്പുകൾ പുറത്തു വരുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എനിക്കറിയാം, ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ ചില കുടുംബത്തിനകത്ത് നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദി അതിനകത്തേക്ക് വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം അതിന് 22-ാം അധ്യായം, വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ഒഴുകുന്നിടത്ത് ആമേൻ അത് ഇരുവശങ്ങളിലുമായി ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവിൻ്റെ നദി ആമേൻ അത് ഒഴുകുന്നിടത്ത് അത് വ്യത്യസ്തമായ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഒരു ഫലവുമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആമേൻ കെട്ടുപോയ മണ്ണിൽ കെട്ടുപോയ അനുഭവങ്ങളാണെങ്കിലും ആമേൻ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ ചില വിടുതലുകൾ പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അളവ് കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറും. അതാണ് ഏറ്റവും വലുത്. ആമേൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ചില പൊട്ടിക്കിളിർപ്പുകൾ സംഭവിച്ചു കഴിയുമ്പോൾ, ചില വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ, അത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരിക്കലും മറുപടിയില്ലെന്ന് ലോകം വിധി എഴുതിയ വിഷയങ്ങൾ ഞങ്ങളുടെ സഭായോഗത്തിന് വരുന്ന എത്രയോ പേര് വിടുതൽ പ്രാപിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ ഒരു സഹോദരൻ ജോസ്, അദ്ദേഹത്തിന് 13 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ ദൈവം ഒരു പെൺകുട്ടിയെ സ്വർഗത്തിലെ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നു. ആമേൻ. ക്യാൻസർ രോഗികളായി കടന്നു വരുന്നവരെ ദൈവം സൗഖ്യമാക്കുന്നു. അത്ഭുതങ്ങൾ ഞങ്ങളുടെ യോഗങ്ങളിൽ നടക്കുന്നു. നിങ്ങൾ പറയണം, ഞാൻ അവരെ കൊണ്ടുവന്ന് ഒരു സാക്ഷ്യപ്പെടുത്തി ഒരു വലിയ പബ്ലിസിറ്റിയിലേക്ക് വരാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഇഷ്ടം കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവയ്ക്കുക, നിങ്ങൾ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൺട്രോളിൻ്റെ കീഴിൽ എന്നെ കൊണ്ടുവരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളെ അടച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് അവരെ തൊടുമാറാകണമേ. കർത്താവിൻ്റെ ആണിപ്പെടുതേറ്റ കരങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ തൊട്ട് അവരെ വിടുവിക്കണമേ. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാകുന്ന നന്മ പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവാകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വിടുതലുകൾ പ്രാപിക്കുവാൻ, അതിൻ്റെതായ എല്ലാ സമൃദ്ധിയും അവരുടെ കുടുംബത്തിനകത്തുണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും 24 മണിക്കൂറും ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിളാണ്. നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്, വിടുതലിന്, സൗഖ്യത്തിന് എല്ലാം കാരണമായി തീരും. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 9497268231 9497268231. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. അതുപോലെ തിരുവനന്തപുരം സിറ്റിയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളെയും ഞായറാഴ്ച ആരാധിക്കുവാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ 100 കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടി സിറ്റിയുടെ നടുക്ക് കവടിയാർ ജംഗ്ഷനിൽ തന്നെ ആക്വ എഞ്ചിനീയേഴ്സ് ടവർ SBT ബാങ്ക് ഇരിക്കുന്ന സെയിം ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ 12:30 വരെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. നല്ല ദൈവവചന പ്രഭാഷണമുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു വരിക. നിശ്ചയമായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഞങ്ങളെ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേക ദൈവദാസന്മാർ ഒരുക്കമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. TV പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ അത് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബന്ധപ്പെടുക. 9447419180 94474191980. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.